ഹലോ ഹായ്, നമ്മളിന്നുള്ളത് ഒരു ലാവണ്ടർ ഫീൽഡിലാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഹിച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഈ ഒരു സ്ഥലം ഫേമസ് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ലാവണ്ടർ ബ്ലൂമാണ് ഇപ്പോൾ ഉള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ സൺഫ്ലവർ അതും പൂത്ത് നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ഈ UK സമ്മർ ടൈമിൽ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് ഈ ഒരു ലാവണ്ടർ ബ്ലൂം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് 3 years ആയെങ്കിലും നമ്മളെല്ലാ വർഷവും വിചാരിക്കും ലാവണ്ടർ ഫീൽഡ് കാണാൻ പോകണമെന്ന്. അപ്പം നമുക്ക് ഇത്ര നാളും പറ്റിയില്ല. ഈ ഒരു ഇയറാണ് നമുക്കതിന് സാധിച്ചത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇവിടെ ഇങ്ങനെ ചെറിയ ഫുഡ് സ്റ്റാളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. ഫുഡും ഡ്രിങ്ക്സും ഐസ്ക്രീംസും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഏരിയ പോലെ ഉണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ടേബിളും ചെയറും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു സമ്മർ വൈബാണ്. സമ്മറിൽ നല്ല സൺഷൈനൊക്കെ ഉള്ളപ്പം ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്ന് കിഡ്സും എല്ലാവരും ഒക്കെ ആയിട്ട് വന്നൊന്ന് ചില്ലടിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത്. മോർണിംഗ് ഒരു 9 o'clock ഓപ്പൺ ആവും. പിന്നെ ചില ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണി വരെ ഉള്ളൂ. ചില ദിവസങ്ങളിൽ രാത്രി 10 മണി വരെ ഉണ്ട്. 10 മണിയെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ നൈറ്റിലൊക്കെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഇവർ അറേഞ്ച് ചെയ്യാറുണ്ട്. അതായത് മ്യൂസിക്കൽ ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രോഗ്രാംസൊക്കെ ഇവരിവിടെ അറേഞ്ച് ചെയ്യാറുണ്ട്. നമുക്ക് ലാവണ്ടർ ഫീൽഡിൻ്റെ ടിക്കറ്റ് ഓൺലൈനിലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ വന്നിട്ട് ജസ്റ്റ് ഈ ഫീൽഡ് കണ്ടു പോവുക എന്ന് മാത്രമല്ല, നമുക്കിവിടെ നിന്ന് ഇത് പറിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലാവണ്ടർ ബാഗ് ആഡ് ചെയ്യാം. പ്ലസ് സിസേഴ്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് റെൻറ്റിന് ഹയർ ചെയ്യുകയും ചെയ്യാം. അതിന് ചെറിയൊരു ക്യാഷേ ഉള്ളൂ, ഒരു 53p അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഇത് ഫീൽഡ്, അതായത് ജനറൽ അഡ്മിഷൻ കൂടാതെ നമ്മൾ ലാവണ്ടർ ബാഗും പിന്നെ സിസറും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ബാഗ്. അപ്പോൾ ഇത് നിറച്ച് നമുക്ക് പറിക്കാനാണ് പറഞ്ഞത്. ഞാൻ ആദ്യം കരുതി ഇനി ബാഗിന് മാത്രമാണോ പൈസ, ഇനി നമ്മൾ ഇവിടുന്ന് ലാവണ്ടർ പറിച്ചതിന് ശേഷം അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ഇനി അതിനാണോ എക്സ്ട്രാ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല, നമുക്ക് ഈ ബാഗ് നിറച്ചും ലാവണ്ടർ പറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കൊരു ബാഗും സിസറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പറിക്കാം, ലാവണ്ടർ പറിക്കാം. നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു എൻട്രൻസ് പോർഷനാണ്. നമ്മൾ ഈ കയറി വരുന്നതിൻ്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഓൾമോസ്റ്റ് സാധനങ്ങളും പോയി കഴിഞ്ഞു. കാരണം ഇവിടെയൊക്കെ ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗമൊക്കെ നോക്കി ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഇവിടെ നിന്നാണ് പറിച്ച് പോയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊന്നും നല്ലതൊന്നും കിട്ടാനില്ല. ഹായ്, നല്ലതൊന്നും കിട്ടാനില്ല. അപ്പം നമ്മൾ നല്ല സ്ഥലം നോക്കിയിട്ട് കുറച്ച് പറിക്കേണ്ടി വരും. നമുക്ക് അവരിങ്ങനെ കയറി വരുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ റൂളുണ്ട്, ഇത് എത്ര ലെങ്ത്തിലാണ് പറിക്കേണ്ടതെന്നുള്ളത്. അതൊക്കെ നമുക്കവിടെ കാണിച്ചു തന്നായിരുന്നു. അപ്പം ചില ആൾക്കാർ എനിക്ക് തോന്നുന്നു മൂടോടൊക്കെ പറിച്ചുകൊണ്ട് പോവായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പം നമുക്ക് അവരാ പറഞ്ഞ റൂള് പ്രകാരം നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ ഇത് പറിക്കാം. ഈ ഒരു ബാഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കൊള്ളും കേട്ടോ. നല്ല ഇഷ്ടംപോലെ അത് നിറച്ചും പറിക്കാനുള്ളതുണ്ട്. ഈ ഒരു ഫീൽഡിലോട്ട് വന്നപ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ലാവണ്ടർ ആണല്ലോ, ലാവണ്ടർ ഫീൽഡ് ആകുമ്പോൾ അതിൻ്റെ മണമായിരിക്കുമല്ലോ. ഇവിടെ ഫുള്ള് നല്ല മണമാണ്. ആ മണമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഫുള്ള് വണ്ടുകളാണ്. ഇതിൻ്റെ അകത്തെല്ലാം ഇഷ്ടംപോലെ വണ്ടുകളുണ്ട്. നമുക്ക് ഈ ലാവണ്ടറിൻ്റെ പല പ്രോഡക്റ്റ്സൊക്കെ അവൈലബിൾ ആണല്ലോ. ഇതിൻ്റെ ഓയിൽ, ക്രീം, പിന്നെ ഇവിടെ ഇതിൻ്റെ ഐസ്ക്രീംസൊക്കെ അവൈലബിളാണ്. ഇതിൻ്റെ ഓയിലിനൊക്കെ ഭയങ്കര മണമാണ് കേട്ടോ. നല്ല സ്മെല്ലുള്ള പ്രോഡക്റ്റ്സാണ് ലാവണ്ടറിൻ്റെ. നമുക്ക് റൂം സ്പ്രേയും ഒക്കെ ഉണ്ട്. ആ ഒരു മണം നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്തുമ്പം നന്നായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഇത് ഫുള്ള് പൂത്ത് കിടക്കുമല്ലേ, അതുകൊണ്ട് നല്ല മണമാണ്. അങ്ങനെ ഞാൻ ഇത്രയും പറിച്ചു. ഇത് ഈ ഒരു ബാഗിൽ ഇനി സ്പേസ് ഉണ്ട്, പക്ഷെ എനിക്ക് വയ്യ ഇതിൽ കൂടുതൽ പറിക്കാൻ. കാരണം നമ്മൾ കുറച്ച് പറിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ മടുക്കും. ഇങ്ങനൊരു പിടി പിടിച്ചാൽ മതി, നമുക്ക് അത്രയും പറിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഭാഗത്തൊക്കെ അങ്ങനെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോയേക്കുന്നത്. അങ്ങനത്തെ ഒരു പിടി പിടിച്ചിട്ട് അത്രയും അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ അത്രയും ഭാഗം കിട്ടുമല്ലോ. സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര മെനക്കെട്ട പരിപാടിയാട്ടോ ഇത് പറിക്കുക എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും നിർത്തി, എനിക്കിതിൽ കൂടുതൽ വേണ്ട. നമുക്ക് റൂമിലൊക്കെ ഇത് കൊണ്ടുപോയി ഷോ ആയിട്ടൊക്കെ വെക്കാം. പിന്നെ റൂമിലൊക്കെ നല്ല മണമായിരിക്കും. റൂമിൽ ഹാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. അപ്പോൾ ഞാനും അങ്ങനെ വിചാരിക്കുന്നത്, നമുക്ക് റൂമിൽ കൊണ്ടുപോയി വെക്കാമെന്ന് കരുതാണ്ട്. ഇതുണ്ടോ, ഈ ബാഗിൽ ഇനിയും സ്ഥലമുണ്ട്, നമുക്ക് ഇനിയും പറിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വയ്യ, മടുത്തു, മതിയായി. ഇത്രയും ലാവണ്ടർ മതി നമുക്ക്. ഇവിടെ ഈ ലാവണ്ടർ മാത്രമല്ല കേട്ടോ, തൊട്ടപ്പുറത്തതോ അവിടെ ഫുള്ള് സൺഫ്ലവർ ആണ് കിടക്കുന്നത്. അത് മൊത്തം സൺഫ്ലവർ ഫീൽഡാണ്. അപ്പം നമുക്ക്
ഈ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ട്, എല്ലാവരും അവിടെയും പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് പറിക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. ചില ആൾക്കാരുടെ കയ്യിലൊക്കെ ഇരിപ്പുണ്ട്, ആൾക്കാരത് പറിക്കുന്നുണ്ട്. അപ്പോൾ അത് അലൗഡാണോ നമുക്കറിയത്തില്ല. അവിടെയും നല്ല രസമുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പോകാൻ എന്ന് കരുതി നിൽക്കുക, നോക്കാം. ഇവിടെ യു കെയിൽ ജൂൺ മിഡ് തൊട്ട് ഓഗസ്റ്റ് ഒരു എൻഡ് വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത്. ശരിക്കും ജൂലൈ എന്ന് പറയുന്നത് പീക്ക് സീസണാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് പീക്ക് സീസണിലാണ്. പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് സാധനവും ഇതിൻ്റെ ഈ പൂവൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയി. കാരണം ഇപ്പോൾ കണ്ടിന്യൂസ് ഒരു 1 വീക്കായിട്ട് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം പൂവൊക്കെ പൊഴിഞ്ഞു പോയി. പക്ഷേ ആ ഒരു മണം ഇവിടെ ഇങ്ങനെ നന്നായിട്ടുണ്ട്. ഈ പൂവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും കുറച്ച് മുന്നേ മഴയ്ക്ക് മുന്നേയൊക്കെ വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയേനെയായിരുന്നു തോന്നുന്നു. ഇവിടെ സമ്മർ ടൈമാണ് കേട്ടോ. ഇത് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് സമ്മർ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വൈബിലാണ് ഉള്ളത്. ഇപ്പോൾ പിന്നെ സ്കൂൾ അടവും കൂടെ ആയതുകൊണ്ട് ഫുള്ള് കിഡ്സാണ് ഇവിടെ. ഫാമിലി ഫുള്ള് കിഡ്സൊക്കെ ആയിട്ട് വന്ന് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുവാണ്. ചുമ്മാ പിള്ളേർക്കൊരു നേരം പോക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ലാവണ്ടർ ഫീൽഡും ഉണ്ട്, സൺഫ്ലവർ ഫീൽഡും ഉണ്ട്. അപ്പോൾ രണ്ടിടത്തും കയറി പിന്നെ ഇവിടെ പിള്ളേർക്ക് കഴിക്കാനൊക്കെ ആണെങ്കിലും ഫുഡും കാര്യങ്ങളും ഐസ്ക്രീംസ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവനെ ഒരു ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് പോലെ അങ്ങ് പൊക്കോളും. നമ്മൾ കുറച്ച് നടന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേന് ഇവിടെ വേറൊരു രീതിയിലാണ് ഈ ലാവണ്ടർ ഫീൽഡ് ഉള്ളത്. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നടക്കാൻ പറ്റുന്ന ചെറിയൊരു വഴി പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഗ്യാപ്പൊന്നുമില്ല. ഫുള്ള് കവാടായത് നല്ല വളർന്നിറങ്ങി ഇങ്ങനെ കിടക്കുക. അപ്പം ഇവിടെ മൊത്തം നല്ല കവാടാണ്. അപ്പം നമുക്ക് വഴി പോലും കാണത്തില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം. ഭയങ്കര മണമുണ്ട്, നന്നായിട്ട് മണമുണ്ട്, നല്ല രസമുണ്ട്. ഇത് തൊട്ടപ്പുറമാണെന്നുണ്ടെങ്കിൽ അവിടെ സൂര്യകാന്തി ഫീൽഡൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു ഭാഗം കണ്ടപ്പം ഇവിടുത്തെ പൂവ് കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തെ പൂവിന് കുറച്ചും കൂടി കളറുണ്ട് മറ്റേടത്ത് നമ്മൾ കണ്ടതിനെക്കാട്ടിലും. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്നും കൂടി കുറച്ച് പൂക്കൾ പറിക്കാമെന്ന്. കാരണം ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റി സാധനമാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കാടായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര കാടില്ല, അവിടെ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കിൽ. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് കാണാനും ഒരു ഭംഗിയുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നും കൂടി കുറച്ച് പറിക്കാം. ഇവിടെ നിന്നാലും കൂടുതലൊന്നും പറിക്കാൻ വേദം ഇത്രേ പറിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു വെറൈറ്റിയും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ഇതോടെ ഇത്രേ പറിക്കുന്നുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല കാട് കയറി കിടക്കുക. നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് സ്ഥലമുണ്ട്. പക്ഷേ ഈ സ്ഥലം നമുക്ക് കണ്ടാലറിയാം ഇവിടെ മൊത്തം സൂര്യകാന്തി ആയിരുന്നു. ഇതവർ മൊത്തം നശിപ്പിച്ച് കളഞ്ഞേക്കുക. നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് വഴിയാക്കിയതായിരിക്കും. ഇതൊക്കെ ഒരുമാതിരി അങ്ങ് വാടിപ്പോയോ അതോ കിളിച്ച് വരുന്നേ ഉള്ളൂ, ഒന്നും മനസ്സിലാവില്ല. സൂക്ഷിച്ച് നടന്നാലേ താഴെ കിടക്കും. സൂര്യകാന്തി പൂവിൻ്റെ ആ ഒരു ലുക്കൊക്കെ അങ്ങോട്ടാണ്. ആൾക്കാർ ഇവിടെ നിന്നൊക്കെ ഈ ഒരു ഒറ്റ പൂ തന്നെ വലിയ പൂവാണല്ലോ, ഈ ഒരു പൂവോടെ ഇങ്ങനെയൊക്കെ പറിച്ചുകൊണ്ടങ്ങ് പോകുന്നുണ്ട്. അലൗഡാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ പറിക്കുന്ന കണ്ടായിരുന്നു. നമ്മളെന്തായാലും പറിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെയുള്ള ചെറിയ വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ അതിൽ കയറി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ ഒരാൾ ഓടി വരുന്നുണ്ട് അതിൽ കളിക്കാൻ വേണ്ടിയിട്ട്. നേരെ കയറിയ ആൾ അതിൻ്റെ അകത്ത് അങ്ങ് ഇരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു ടെൻറ്റൊക്കെ ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട്. അവിടെ ചെറിയൊരു ടേബിളും ചെയറും ഒക്കെ ഉണ്ട്, നമുക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിന്ന് കഴിക്കാം. പിന്നെ അല്ലാതെ ഇവിടുന്ന് ഫുഡ് കിട്ടുന്നുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ച് നമുക്ക് കഴിക്കാം. പിന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം വരുന്നുണ്ട്, അതിനുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായത് വേറെ ഫ്ലവേഴ്സും പിന്നെ മാറ്റും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. ക്യാമറാമാൻമാരൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്തായാലും നമ്മൾ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് അഡ്മിഷനൊക്കെ എടുത്ത് വരുന്നതല്ലേ, അപ്പോൾ പിന്നെ അത് മാക്സിമം മുതലാക്കണമല്ലോ. അപ്പോൾ പിന്നെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആവാം. നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു കൗണ്ടറിൽ നമ്മുടെ ടിക്കറ്റ് കാണിക്കണം. അവിടെ ടിക്കറ്റ് കാണിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്ട്രാ നമ്മുടെ ബാഗ്സും മീൻസ് സിസേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അവർ നോക്കും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ബാഗും കത്രികയൊക്കെ അവിടെ നിന്നാണ് തരുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ഫീൽഡിലോട്ട് കയറി പോകുന്നത്. ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്, നമുക്കിതിൻ്റെ അകത്ത് കയറി നോക്കാം. ലാവണ്ടറിൻ്റെ ജാമും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണുള്ളത്. ഇത് മറ്റേ തേയിലപ്പൊടിയൊക്കെയാണ്, ലാവണ്ടർ ഫ്ലേവറിൻ്റെ. അതെന്താ സാധനം?
ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് റൂം സെൻറ്റ് പോലൊക്കെ വെക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ ഓരോ രൂപത്തിലൊക്കെ ഉണ്ട്. അത് കാണാനൊക്കെ തന്നെ ഒരു പൗച്ച് പോലൊക്കെ വെച്ചേക്കുക. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റൂമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂമിലൊക്കെ നല്ല മണമായിരിക്കും ലാവണ്ടറിൻ്റെ. ഡ്രൈ ജിന്നോ അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഓയിൽസൊക്കെ ഉണ്ട്, ലാവണ്ടർ ഓയിലൊക്കെ. സോപ്പോ ഈ കാണുന്നത് ലാവണ്ടർ സോപ്പാണ്. ഈ ഒരു മണമൊക്കെ ഇഷ്ടപ്പെടുന്നവർ സോപ്പൊക്കെ പർച്ചേസ് ചെയ്താൽ മതി. ഇത് നോക്കിയാൽ ഇതിന് എത്ര രൂപയാണ്? ബാത്ത് സാൾട്ടിനാണ് 14 പൗണ്ട്സ്, സോപ്പിന് 250 പൗണ്ട്സേ ഉള്ളൂ. ഇത് ഞാൻ ഒരു തവണ വാങ്ങിച്ചായിരുന്നു റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അപ്പോഴും അത്ര മണം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത് ഇത്തിരി കളിപ്പീര് പ്രോഡക്റ്റാണ്. പക്ഷെ നമ്മൾ ലാവണ്ടർ അല്ലായിരുന്നു വാങ്ങിച്ചത്, നമ്മൾ ജാസ്മിൻ്റെ ആയിരുന്നു വാങ്ങിച്ചത്. പക്ഷെ വലിയ മണമൊന്നും കിട്ടുന്നില്ലായിരുന്നു. അതേപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ലാവണ്ടർ. പിന്നെ അല്ലാതെ നമുക്ക് വേണ്ട ഇവിടെ ഇവർ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെയും വാങ്ങിക്കാം. അല്ല നമുക്ക് കട്ട് ചെയ്ത് ഇവിടുന്ന് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തുകൊണ്ട് പോവാം. ലാവണ്ടർ ക്യാൻഡിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ബാഗൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉള്ളതാണ്. ഇതുണ്ട്, ഇത് ബാഗിലാക്കി വെച്ചേക്കുക, ഒരു വെറൈറ്റി ബാഗിലാക്കി വെച്ചേക്കുക. ഇന്ന് നല്ല വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിൽ. ഈ കഴിഞ്ഞ ഒരാഴ്ച ഭയങ്കര മഴയായിരുന്നു. ആ മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസം വെയിലടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടല്ലേ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് സ്കൂളും കൂടെ അടച്ചതായതുകൊണ്ട് എല്ലാവരും ചില്ല് ചെയ്യാൻ വരുന്നുണ്ട്. ഇതൊരു വണ്ടിനെ ചവിട്ടിക്കൊല്ലുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പറന്ന് വഴുതെറ്റി ഇവിടെ വഴി കിടക്കുക. അത് കൂടുതൽ സമ്മർ ടൈമിലാണ്. സമ്മർ ടൈമിൽ അത്യാവശ്യം ഇങ്ങനെയുള്ള അതെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ അന്ന് പോയത് എവിടെയായിരുന്നു? അവിടെ നല്ല തിരക്കായിരുന്നല്ലോ. എവിടെയായിരുന്നു? തുലിപ്സ് ഫാമിൽ. സമ്മർ ടൈമിലാണ് കേട്ടോ ഇത്ര വലിയ തിരക്കൊക്കെ വരുന്നത്. വിൻ്റർ ടൈമിലൊന്നും ആരെയും കാണാനില്ല, എല്ലായിടും ഭയങ്കര ശോകമായിരിക്കും. ഇവിടെ ഇത്രേ ഉള്ളൂ, ലാവണ്ടർ ഫീൽഡും പിന്നെ ഈ പറയുന്ന സൺഫ്ലവർ ഫീൽഡ് ഇത്രയാണ് ഉള്ളത്. വലിയ പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല. പക്ഷേ അതൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ലാവണ്ടർ ഫീൽഡ് കാണാനും. അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.